നമസ്കാരം. യുദ്ധഭൂമിയിലെ പ്രതിരോധ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ലേസർ ആയുധങ്ങൾ ഇനി യഥാർത്ഥ യുദ്ധക്കളത്തിൽ വിസ്മയം തീർക്കും. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കരുത്തായി അയൺ ബീം എന്ന ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഷീൽഡ് ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമായിരിക്കുന്നു. ശത്രുക്കളുടെ റോക്കറ്റുകളെയും ഡ്രോണുകളെയും വെറും പ്രകാശ കിരണങ്ങൾ കൊണ്ട് വെണ്ണീറാക്കുന്ന ഈ അത്ഭുത സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. എന്താണ് അയൺ ബീം? ലളിതമായി പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ഉയർന്ന തീവ്രതയുള്ള ലേസർ രശ്മിയാണിത്. ശത്രുവിൻ്റെ മിസൈലോ ഡ്രോണോ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ലേസർ രശ്മികൾ അവയുടെ മുകളിലേക്ക് പതിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ലക്ഷ്യത്തെ അമിതമായി ചൂടാക്കി വായുവിൽ വെച്ച് തന്നെ അവ പൊട്ടിത്തെറിക്കുന്നു. നിലവിലുള്ള അയൺ ഡോം മിസൈലുകൾ ഉപയോഗിച്ചാണ് ശത്രുക്കളെ നേരിടുന്നതെങ്കിൽ അയൺ ബീം പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ്. അതായത് ഇതിൽ വെടിയുണ്ടകളോ മിസൈലുകളോ ഇല്ല, പകരം പ്രകാശത്തിന്റെ മാരക പ്രഹരശേഷി മാത്രം. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സാമ്പത്തിക ലാഭമാണ്. നിലവിൽ അയൺ ഡോം ഉപയോഗിച്ച് ഒരു ചെറിയ റോക്കറ്റിനെ തകർക്കാൻ ഇസ്രയേലിന് ഏകദേശം $50,000 ചെലവാകുന്നുണ്ട്. എന്നാൽ അയൺ ബീം ഉപയോഗിക്കുമ്പോൾ ഓരോ തവണ ലേസർ തൊടുക്കുമ്പോഴും വെറും $2 മുതൽ $10 വരെ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. ശത്രുക്കൾ അയക്കുന്ന വില കുറഞ്ഞ ഡ്രോണുകളെയും റോക്കറ്റുകളെയും നേരിടാൻ ഇതിലും മികച്ചൊരു വഴി ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എങ്കിലും അയൺ ഡോമിന് ഒരു പകരക്കാരനല്ല, മറിച്ച് ഒരു സഹായിയാണ്. മോശം കാലാവസ്ഥയിൽ, അതായത് കനത്ത മഴയോ മൂടൽമഞ്ഞോ ഉള്ളപ്പോൾ ലേസർ രശ്മികളുടെ കരുത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മിസൈലുകളെ നേരിടാൻ അയൺ ഡോമും ചെറിയ റോക്കറ്റുകളെയും ഡ്രോണുകളെയും നേരിടാൻ അയൺ ബീമും ഒരേ സമയം പ്രവർത്തിക്കും. ആകാശത്ത് ഇതൊരു സുരക്ഷാ കവചമായി മാറും എന്നതിൽ തർക്കമില്ല. ആധുനിക യുദ്ധമുറകളിൽ ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. ആയുധങ്ങൾ തീർന്നു പോകുമെന്ന ഭയമില്ലാതെ കുറഞ്ഞ ചിലവിൽ ആകാശത്തെ സംരക്ഷിക്കാൻ ലേസർ രശ്മികൾക്ക് കഴിയുമെന്ന് ഇസ്രയേൽ തെളിയിച്ചിരിക്കുന്നു. അയൺ ബീം, യുദ്ധഭൂമിയിലെ പുതിയ സൂര്യൻ. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.